വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ. മഴക്കാലത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചെത്തി പെരിയാറിലൂടെ ഒഴുകിപ്പോകുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. പെരിയാർ ഇടുക്കിയിൽ ഉത്ഭവിച്ച എറണാകുളം ജില്ലയെ കീറി മുറിച്ച് അറബിക്കടലിലേക്ക് ഒഴുകിച്ചേരുന്നു. പെരിയാർ വടക്കോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ പെരിയാറിനെ കിഴക്കോട്ടേക്ക് ഒഴുക്കി ഒരു നാടിൻ്റെ ദാഹമകറ്റുന്ന കഥയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇനി. ശാന്തമായി ഒഴുകുന്ന തേക്കടി തടാകത്തിൽ നിന്ന് ആരും കാണാത്ത മലനിരകൾക്കുള്ളിലെ ഒരു ടണലിലൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കുന്നത് എങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നാടിൻ്റെ ദാഹമകറ്റാൻ, വിളവെടുപ്പിന്, വൈദ്യുതിക്കായി പശ്ചിമഘട്ടം കീറി മുറിച്ചുകൊണ്ടുള്ള പെരിയാറിൻ്റെ ആ അത്ഭുത യാത്രയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്ന് രാഹുൽ വിജയൻ പറയുന്നത്. എല്ലായ്പ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. കേരളത്തിന് ചിലപ്പോഴൊക്കെ ആശങ്ക നൽകുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാടിന് എക്കാലവും അത് ആശ്വാസം മാത്രമേ നൽകിയിട്ടുള്ളൂ. തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് എങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ തേക്കടിയിൽ പോയി കാണാൻ പോകുന്നത്. മഞ്ഞണിഞ്ഞ ഇടുക്കിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പ്രകൃതി ഒരുക്കിയ തേക്കടി തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന പെരിയാർ. കാടിന്റെ ശാന്തതയിൽ ഒഴുകുന്ന ഈ വെള്ളം അറബിക്കടലിലേക്ക് ചെന്നെത്തുന്നതാണ് പ്രകൃതിയുടെ നിയമം. എന്നാൽ ഈ പ്രവാഹത്തിന്റെ ഒരു ഭാഗം തമിഴ്നാട് എന്ന അയൽ സംസ്ഥാനത്തിന്റെ ജീവനാഡിയായി മാറുന്ന കാഴ്ച തേക്കടിയുടെ തീരത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ സ്ഥിതി ചെയ്യുന്നത് തേക്കടിയിലാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ ഒരു ഷട്ടർ ഉൾപ്പെടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഉയർത്തിയാണ് ആവശ്യാനുസരണം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം തേക്കടിയിൽ നിന്നൊരു കനാൽ വഴിയാണ് ഈ ടണലിന്റെ മുഖത്തേക്ക് കൊണ്ടുവരുന്നത്. ആവശ്യാനുസരണം പിന്നീട് ഷട്ടർ ഉയർത്തി അത് കൊണ്ടുപോകും. 250 ഘനയടി മുതൽ 2200 ഘനയടി വരെ വെള്ളം ഇതിലെ തുറന്നുവിടാൻ കഴിയും സെക്കൻഡിൽ എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുൻപ് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ടണലിലൂടെ കുറച്ച് ദൂരം അങ്ങ് പോകും. അതിനുശേഷം അപ്പർ ക്യാമ്പിലെ ഡാമിലേക്കാണ് ഈ വെള്ളം ചെല്ലുന്നത്. അവിടെ നിന്ന് ലോവർ ക്യാമ്പിലെ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകും. അപ്പർ ക്യാമ്പിലെ ഡാമിൽ നിന്ന് ടണൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വെള്ളം പവർ ഹൗസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഡാമിൽ നിന്ന് വരുന്ന വെള്ളം, ഒഴി വരുന്ന വെള്ളം ഇവിടെ ഈ ഷട്ടറിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തമിഴിൽ സുരംഗവാക്യാൽ എന്ന് പറയും, അടി കൂടെ പോകുന്ന ഒരു ഇത്, അത് വന്ന് ഇവിടുന്ന് 1530 മീറ്റർ അവിടെ വന്ന് 4 ഡാമിൻ്റെ അവിടെ വരും. അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് 4 പൈപ്പുണ്ട്. ഒരു പൈപ്പിൽ 400 ഘനയടി വെള്ളം വെച്ച് 4 പൈപ്പ് 1600 ഘനയടി വെള്ളം കൊണ്ടുപോകും. പിന്നെ ഇനി ഒരു വഴിയായിട്ടുള്ളത് അതുവഴി എർച്ചപ്പാലം വഴിയായിട്ട് അതുവഴി കൊണ്ടുപോകും. അതുവഴി കൂടുതലായിട്ട് വന്ന് ഒരു 800 ഘനയടി വെള്ളം കൊണ്ടുപോകാം. മൊത്തം 2400 ഘനയടി വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകാം. കാടിനുള്ളിലെ തമിഴ്നാട് പെൻസ്റ്റോക്ക് ഏരിയയിൽ നിന്ന് ഏകദേശം 1.6 കിലോമീറ്റർ നീളമുള്ള വലിയൊരു തുരങ്കത്തിലൂടെയാണ് വെള്ളത്തിന്റെ യാത്ര. മനുഷ്യനിർമ്മിതിയുടെ സാങ്കേതിക തികവ് വിളിച്ചോതുന്ന ഈ ടണലിലൂടെ വെള്ളം ചെന്നെത്തുന്നത് തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പ് എന്ന മനോഹരമായ മലയോര ഗ്രാമത്തിലാണ്. തേക്കടിയിൽ നിന്ന് ടണൽ വഴി വരുന്ന വെള്ളം അപ്പർ ക്യാമ്പിലെ ഒരു ഡാമിലേക്കാണ് എത്തുന്നത് നമ്മൾ പറഞ്ഞില്ലേ. 4 ബേ റിസർവയർ എന്നാണ് അതിന് പറയുന്നത്. അവിടെ നിന്ന് ലോവർ ക്യാമ്പിലെ പെരിയാർ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ്. ലോവർ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ഈ യാത്രയ്ക്ക് മറ്റൊരു ഭാവം കൈവരുന്നു. വലിയ പൈപ്പുകളിലൂടെ ശക്തിയായി താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൽ നിന്ന് തമിഴ്നാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകൃതിയുടെ ശക്തിയെ സാങ്കേതിക വിദ്യ കൊണ്ട് വെളിച്ചമാക്കി മാറ്റുന്ന കാഴ്ച. ഇവിടെ നിർമ്മിക്കുന്ന വൈദ്യുതി തമിഴ്നാടിന്റെ പവർ ഗ്രിഡിലേക്ക് എത്തുന്നു. തേനി, ഡിണ്ടിഗൽ, മധുര, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിലേക്ക് കൂറ്റൻ കനാൽ ശൃംഖലകൾ വഴി ഈ വെള്ളം എത്തിച്ചേരുന്നു. ഒരു കാലത്ത് വരണ്ടുണങ്ങിക്കിടന്ന തമിഴ്നാടിന്റെ മണ്ണിൽ ഈ പച്ചപ്പ് വിരിയുന്നത് ഈ ജലപ്രവാഹം കൊണ്ടാണ്. നെല്ലും കരിമ്പും വാഴയും വിളയുന്ന ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമികൾക്ക് ഇത് ജീവാമൃതമായി മാറുന്നു. അതിനൊപ്പം മധുര നഗരമടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളവുമാകുന്നു. മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഊർജ കാർഷിക സ്രോതസ്സാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മഴയില്ലായിരുന്നു. തമിഴ്നാട്ടിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. വീണ്ടും മഴ ശക്തമായി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. തമിഴ്നാട്ടിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. മറ്റൊരു റൈഡുമായി വീണ്ടും കാണാം. സുമിത്രപ്പം, രാഹുൽ വിജയൻ, 24 ഇടുക്കി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.